നമ്മുടെ നാട്ടിലെ വീഡിയോകൾ ഇട്ട് തുടങ്ങിയതിന് ശേഷം യൂട്യൂബിൽ പല സുഹൃത്തുക്കളും ചോദിക്കുന്നുണ്ട്, ഇതുവരെ നമ്മുടെ പറമ്പിൻ്റെ വീഡിയോകളൊന്നും കാണിച്ചില്ലല്ലോ, അതുപോലെ തന്നെ അന്നുണ്ടാക്കിയ ഹട്ടും തോടെല്ലാം ഇപ്പോഴും ഉണ്ടോ എന്നൊക്കെയാണ് ചോദ്യങ്ങൾ. അപ്പോൾ ഞാനും നുന്നും ഇന്ന് അവിടെ വരെ ഒന്ന് പോകുവാണ്. അന്നത്തെ അവസ്ഥയും ഇപ്പോഴെങ്ങനെ കിടക്കുന്നു എന്നുള്ളതാണ് ഈ വീഡിയോ. അങ്ങനെ 3 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ നമ്മുടെ പറമ്പിൽ വന്നിരിക്കുന്നത്. നമ്മുടെ വെള്ളം ഒഴിക്കൊണ്ടിരുന്ന തോട് കിളി വരണ കേട്ടോ. നമ്മുടെ ഹട്ട് ഫുള്ള് പോയി. നമ്മുടെ തോടും എല്ലാം പോയി. ഇവിടെ നമ്മള് മീൻ പിടിച്ചത് ഓർക്കണില്ലേ? ഇതിപ്പോ ഒറ്റ പരന്നുപോയി. ഇങ്ങനെയല്ലായിരുന്നു നേരത്തെ. നമ്മളിവിടെ തോട് അടിപൊളിയായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒക്കെ ആയിട്ട് ചെയ്തതാ. എന്നെ ഓർക്കുന്നുണ്ടോ അതൊക്കെ? അതൊക്കെ കാട് കയറി വീണ്ടും. ഈ ഭാഗം പണ്ട് ഇങ്ങനെയായിരുന്നു. 4 വർഷങ്ങൾക്ക് മുമ്പ് കാട് പിടിച്ചു കിടന്ന ഈ ഭാഗം ഞാനും ജേക്കബും കൂടി 3-4 ദിവസം കഷ്ടപ്പെട്ടാണ് ഈ രൂപത്തിലേക്ക് മാറ്റിയത്. ഇവിടെ ഉണ്ടായിരുന്ന കാടും കുറേ മരത്തടികളുടെ വേസ്റ്റും എല്ലാം എടുത്ത് മാറ്റി ദൂരെ നിന്ന് കല്ലൊക്കെ ചുമന്നുകൊണ്ട് വന്ന് തട്ടുതട്ടായിട്ട് തിരിച്ചിട്ടാണ് ഇങ്ങനെ ആക്കിയെടുത്തത്. അന്നൊക്കെ ഇവിടെയായിരുന്നു നുന്നുൻ്റെയും കിക്കുൻ്റെയും ലോകം. അവരുടെ അമ്യൂസ്മെന്റ് പാർക്കും സ്വിമ്മിംഗ് പൂളും എല്ലാം ഇത് തന്നെ. രാവിലെ ആകുമ്പോഴേക്കും ഇവിടെ വരണമെന്ന് പറഞ്ഞ് ബഹളം തുടങ്ങും. അതുകൊണ്ട് തന്നെ നമ്മൾ മിക്കവാറും ദിവസവും ഇവിടെ വരേണ്ട അവസ്ഥയായിരുന്നു. അതൊക്കെയാണ് ഇപ്പോൾ നുന്നു മിസ് ചെയ്യുന്നത്. കിക്കുവിന് അത്ര ഓർമ്മ കാണാൻ വഴിയില്ല, കാരണം അവൾക്കന്ന് 2-2.5 വയസ്സേ ഉള്ളൂ. എന്തൊക്കെയായാലും നല്ല രസകരമായിട്ടുള്ളൊരു കാലമായിരുന്നു അതൊക്കെ. കണ്ടാ? അയ്യടാ, പറന്നുപോയി. ഇവിടെ വന്നു കഴിഞ്ഞാൽ 2 എണ്ണത്തിനും തിരിച്ചു പോകണമെന്നില്ല. പിന്നെ 2 എണ്ണത്തിനെയും വിളിച്ചുകൊണ്ട് പോകുന്നത് വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു. മഴക്കാലമായി കഴിഞ്ഞാൽ ചെറിയ ചെറിയ പരലുകളൊക്കെ വരും. പിന്നെ അതിനെ പിടിച്ച് കുപ്പിയിലാക്കി നമ്മുടെ വീടിൻ്റെ അവിടെ ടാങ്കുണ്ട്, അതിൽ കൊണ്ടിടും. അത് കഴിഞ്ഞ് അതിനെ തീറ്റിപ്പോറ്റും. ഇതായിരുന്നു നുന്നുവിൻ്റെ ഹോബി. അന്നത്തെ ചില കുക്കിംഗ് വീഡിയോകളൊക്കെ ഞാൻ ഇവിടെയായിരുന്നു ചെയ്തിരുന്നത്. ഒറ്റയ്ക്കാണ് വീഡിയോ എടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ വന്നാൽ വൈകുന്നേരമൊക്കെ ആവും തിരിച്ചു പോകാൻ. എങ്കിലും അതൊരു മടുപ്പേ ആയിരുന്നില്ല. ഇതിന്റെ തൊട്ട് മുകളിലായിട്ടാണ് നമ്മൾ ഹട്ട് ഉണ്ടാക്കിയത്. ഇങ്ങനെ വന്ന് ഹട്ട് ഇവിടെയൊക്കെ എന്തോരം വീഡിയോ എടുത്ത് എത്ര നാളിൻ്റെ അകത്ത് അല്ലേ. കൊറോണ കാലത്താണ് അമല ന്യൂസിലൻഡിലേക്ക് പോയത്. ആ കാലത്തുണ്ടായൊരു വട്ടാണ് ഈ ഹട്ട്. ഞാനും പിള്ളേരും ന്യൂസിലൻഡിന് പോകുന്നതിന് മുമ്പായി ഇവിടെ ഒരു ഹട്ട് പണിത് കുറെ കാലം ഇവിടെ ചെലവഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് ഇതിന്റെ പണി ആരംഭിക്കുന്നത്. ഞാനും കുഞ്ഞപ്പൻ ചേട്ടനും 10-14 ദിവസം എടുത്താണ് ഇതിന്റെ പണി പൂർത്തിയാക്കിയത്. ഇതിനു വേണ്ട സ്ഥലം ഒരുക്കാനും തടി വെട്ടാനും അതുപോലെ തന്നെ വാരികൾ ഉണ്ടാക്കാനും തുടങ്ങി. ഈ പറമ്പിൽ തന്നെ ഓല വെട്ടി മെടഞ്ഞ് ഇതിന്റെ ഫ്രെയിം ഉണ്ടാക്കി വന്നപ്പോഴേക്കും തന്നെ നല്ലൊരു സമയമായി. അതിനുശേഷം ഇന്റീരിയർ എന്ന നിലയ്ക്ക് കുറെ പണികൾ വേറെ. അത് കഴിഞ്ഞ് പറമ്പിലുള്ള ഈ കാണുന്ന ചെടി പറിച്ച് ഹട്ടിന്റെ മുൻപിൽ പിടിപ്പിച്ച് ഗാർഡനിങ് പൂർത്തിയാക്കി. അങ്ങനെ എല്ലാ പണികളും തീർത്തു വന്നപ്പോഴേക്കും നല്ലൊരു സമയമെടുത്തു. പക്ഷെ അതിനുവേണ്ടി ചെലവഴിച്ച ഓരോ നിമിഷവും നന്നായി ആസ്വദിച്ചു. പിന്നെ കുറേ കാലം ഇവിടെയായിരുന്നു. ഇടയ്ക്ക് പിള്ളേരും വരും. പുതുതലമുറ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ആക്ടിവിറ്റീസ് ആയിരുന്നു പിള്ളേർക്ക്.
പാള വലിച്ചും ഇവിടെ കിടന്നുറങ്ങിയും ഈ പറമ്പിലൂടെ നടന്നും ഇവിടുത്തെ ഓരോ കായും പഴങ്ങളും രുചിച്ച് ഞാൻ അവരെ ഇവിടെ തന്നെ സമയം ചെലവഴിപ്പിച്ചു. അതിൻ്റെയൊക്കെ ഗുണമാണ് പിന്നീട് ന്യൂസിലാൻഡിൽ പോയിട്ട് പോലും ഈ നാടും ഈ പറമ്പും ഈ പ്രകൃതിയും ഒക്കെ മറക്കാതിരിക്കുന്നത്, ഇപ്പോഴും മിസ് ചെയ്യുന്നതും. അവരെക്കാൾ കൂടുതൽ ഞാനും. ഒടുവിൽ മനോഹരമായ ഈ ഓർമ്മകളും കൊണ്ട് 2021 നവംബർ ആയപ്പോഴേക്കും ഞങ്ങൾ ന്യൂസിലൻഡിലേക്ക് പറന്നു.